ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു കുഞ്ഞ് JCB ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ കാർബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതായിട്ട് നമ്മുടെ JCBയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് നോക്കാം. യൂറോപ്പിലാണ് ആദ്യമായിട്ട് JCB നിർമ്മിച്ചു തുടങ്ങിയത്. 1945 ജോസഫ് സിറിൽ ബെൻഫിറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് JCB ആദ്യമായിട്ട് നിർമ്മിച്ചത്. ജോസഫ് സിറിൽ ബെൻഫിറ്റ് അവരുടെ പേരാണ് ചുരുക്കി JCB എന്ന് JCBക്ക് ഇട്ടിരിക്കുന്നത്. 1945 ഈ കാണുന്ന മോഡലാണ് ആദ്യമായിട്ട് പരീക്ഷിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും, JCBക്കല്ല എന്തിനാണ് മഞ്ഞ നിറം കൊടുത്തേക്കുന്നത്. മഞ്ഞ നിറം കൊടുക്കുന്നത് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റിലായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ ഡേഞ്ചറായ സിറ്റുവേഷനൊക്കെ ആയിരിക്കും, എക്സ്കവേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മഞ്ഞ നിറത്തിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ തന്നെ റോഡിൽ ചില സൈഡിലൊക്കെ മഞ്ഞ നിറത്തിലുള്ള ലൈനൊക്കെ കാണാമല്ലോ, ഡേഞ്ചർ ലൈൻ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുമല്ലോ. അപ്പോൾ അതുപോലെയാണ് മഞ്ഞ നിറം JCBക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള JCBയുടെ ഹിസ്റ്ററി. അപ്പോൾ കുഞ്ഞായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പായിട്ട് ഈ വീഡിയോ കുറച്ച് ലോങ് ആണ്, കാരണം ഞാൻ മാക്സിമം ഷോർട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് JCB ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനം വേണം നോക്കാം. ആദ്യം കുറച്ച് കാർബോർഡിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ സിറിഞ്ചിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഇത് 3ml സിറിഞ്ചാണ്. ഇപ്പോൾ 3ml സിറിഞ്ച് വേണം, നമുക്ക് 10ml വേണം. ഇത് കേബിൾ ടൈ ആണ്, നമ്മുടെ ഇലക്ട്രീഷ്യന്മാരൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഹോസാണ്, നമ്മുടെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഹോസാണ്, നമ്മുടെ അക്യൂറത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ടൂത്ത് പിക്കാണ്. പിന്നെ ഇത് നമ്മുടെ സ്ട്രോ ആണ്. പിന്നെ ഇത് ഒരു പ്ലാസ്റ്റിക് പീസാണ്. പിന്നെ ഗ്ലൂ ഗണ്ണ്, ഫ്ലസ് കുക്ക്, നമ്മുടെ സ്കെയില്, കത്രിക, പിന്നെ ഒരു പെൻസിൽ വേണം, പിന്നെ ഒരു കാമ്പോസ് അല്ലെങ്കിൽ മൊനോൾ എന്ന സാധനം. ആദ്യം നമുക്ക് ഇതിൻ്റെ വീലൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഡയമെൻഷനാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്നത് ഈ സംഭവമാണ്. നമ്മുടെ ചെയിന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാർഡ്ബോർഡ് പേപ്പർ ഇങ്ങനെ വളർന്ന് ഇളക്കി ഒട്ടിച്ചത്. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബക്കറ്റിനുള്ള സംഭവം നമുക്ക് റെഡി ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. കാർഡ്ബോർഡ് ബോക്സ് എടുക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിയുള്ളത് നോക്കി എടുക്കുക. അപ്പോൾ കാരണം അത് പെട്ടെന്ന് വളയാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി നമ്മൾ വാങ്ങാൻ നോക്കുക. നമ്മളിപ്പോൾ ഗ്ലൂ ഗണ്ണിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫ്ലെക്സ് കുക്ക് കൂടെ ഒട്ടിക്കുകയാണ്, കാരണം അത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല കട്ടിക്കിരിക്കും, അതാണ് ഇതുകൂടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഇത് കാണിച്ചല്ലോ ഞാൻ ഡയമെൻഷൻ. അപ്പോൾ അതേപോലെ നമ്മുടെ ബക്കറ്റിന് മുകളിലായിട്ട് ഇതേപോലെ പീസുകൾ വെട്ടി നമുക്ക് ഒട്ടിക്കാം. നമ്മുടെ ഈ ഭാഗം ഒട്ടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഇളകി പോകേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതായിട്ട് വൃത്തിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെക്സ് കുക്ക് കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കട്ടിക്കിരിക്കും. അപ്പോൾ അത് ഇളകി പോവുകയൊന്നും ചെയ്യത്തില്ല. അതിനുശേഷം നമ്മുടെ സിറിഞ്ച് എടുക്കുക. സിറിഞ്ചിൽ ഇതേപോലെ ഹോൾട്ട് കൊടുക്കുക. നമ്മളെ ടൂത്ത് പിക്ക് അകത്ത് കടക്കത്തക്ക വിധം കണ്ടോ. പിന്നെ ഇതുപോലെ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് ഒരു ഹോൾട്ട് എടുക്കണം. നമുക്കൊരു നെറ്റ് ബോൾട്ട് പോലെ യൂസ് ചെയ്യാനാണ്. ഇത് നമ്മുടെ തുമ്പിക്കൈയുടെ ഒരു ഭാഗം ഉണ്ടാക്കാനാണ്. ഞാൻ നേരത്തെ ഡയമെൻഷനിൽ കാണിച്ചായിരുന്നു. ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഇപ്പോൾ ഇത് കട്ടിക്ക് വേണ്ടിയാണ്. നല്ല കട്ടി കുറവ് പോലെ തോന്നി, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി നല്ല കട്ടി കിട്ടും. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ ബക്കറ്റിൽ ടൂത്ത് പിക്കും ഇതേപോലെ ഘടിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിറിഞ്ച് എടുത്തിട്ട് ഇതേപോലെ കേബിൾ ടൈ യൂസ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ടൂത്ത് പിക്കിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ശേഷം നമുക്ക് ബാക്കി ഭാഗം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഫ്ലെക്സ് കുക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് മൂവ് ആവാതിരിക്കും. ശേഷം നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചായിരുന്നു നമ്മുടെ സ്ട്രോയുടെ ഭാഗം, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ ഇതിന് ഇടയിലിട്ട് കൊടുക്കുക.
അപ്പോൾ അതിങ്ങനെ വെയിറ്റ് കയറിയാലും അത് മടങ്ങി പോവാതിരിക്കാനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ സിറിഞ്ചിനെ ഈ വീഡിയോ കാണുന്ന പോലെ നമുക്കിതേപോലെ ഘടിപ്പിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഇതേപോലെ 2 പീസ് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ രണ്ടും നമ്മുടെ ക്യാബിൻ്റെ ഡോറും ഫ്രണ്ട് ഇതുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ, ഇത്തിരി ടൈം എടുത്താണ് ചെയ്തത്. അതിനുശേഷം ഈ ഹോളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, അതിൻ്റെ സെൻറ്ററൊക്കെ നോക്കി ഒന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ലെഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തുമ്പിക്കയുടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള സിറിഞ്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ ആർക്കോണോ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എനിക്കിത് ചെയ്യാനായിട്ട് ഞാനൊരു 3 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത്. മൊത്തം ഒരു 9 മണിക്കൂർ വരെ ആയിട്ടുണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഒറ്റ അടിക്കല്ല ചെയ്തത്, 3 ദിവസമായിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. സെറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ പാർട്ടൊക്കെ ഒന്ന് അനക്കി കൊടുക്കുക. അതെല്ലാം വർക്കാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ അനക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ തുമ്പിക്കൈ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബേസ് വേണമല്ലോ, അതിനായിട്ടാണ് ഞാൻ ഈ പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഇതിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കറക്റ്റ് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. അത് നിൽക്കുന്നതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഭാഗവും ഇളകി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ ഒരു കുഴപ്പം വരത്തില്ല. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാലും ഒരു സൈഡ് ഇളകി പോയാലും പിന്നെ മൊത്തത്തിൽ അങ്ങ് മറിഞ്ഞു പോകും. അതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫ്ലെക്സ് കുക്ക് കൂടെ ഒന്ന് യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബേസൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഹോളൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ 2 മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാനത് അവസാനം പറഞ്ഞുതരാം എന്താണ് സംഭവം. വലിയ മിസ്റ്റേക്ക് അല്ല, അത് കുറച്ച് മിസ്റ്റേക്കാണ്. ഞാനത് പറഞ്ഞുതരാം, ലാസ്റ്റ് പറഞ്ഞുതരാം. ചില ഭാഗത്ത് നമുക്ക് പിന്നെ ഓസ് കണക്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഓസ് കണക്ട് ചെയ്ത് കൊടുത്തത്. നമ്മൾ ഈ ഓസ് ഇപ്പോൾ കണക്ട് ചെയ്താലും നമുക്ക് പിന്നീട് ഈ റിസർവ് ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നമുക്കിത് റിമൂവ് ചെയ്യേണ്ടി വരും. റിസർവ് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ വെള്ളം നിറയ്ക്കില്ല, ഫ്യൂഡ്. അപ്പോൾ അതിനാണ് ഞാൻ റിസർവ് ഓയിൽ എന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് നമ്മുടെ മറ്റേ സിറിഞ്ച് ഈ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് ടോട്ടൽ കോസ്റ്റ് വന്നത് 140 രൂപയാണ് വന്നത്. വെറും 140 രൂപ. നമ്മുടെ സിറിഞ്ചൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ കാർബോർഡൊക്കെ നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിച്ചതാണ്. വെറും 140 കൊണ്ട് അടിപൊളി ഒരു JCB നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ ഹോളിടുമ്പോൾ സൂക്ഷിച്ച് ഹോളിടുക. ഹോള് വലുതും ആവരുത്, ചെറുതും ആവരുത്. വലുതായ പിന്നെ അത് മാറ്റി ചെയ്യേണ്ടി വരും. ചെറുതായ കുഴപ്പമില്ല, നമുക്ക് ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ ഹോള് വലുതായാൽ നമുക്ക് പണി കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഫ്ലെക്സ് കുക്ക് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് വളരെ ഡേഞ്ചറാണ് സംഭവം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പണി കിട്ടും.
വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഫ്ലെക്സ് കുക്ക് യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ മറ്റുള്ള പശ പോലെയല്ല, നല്ല എഫക്റ്റീവാണ്. ചിലപ്പോൾ നമ്മളെ കണ്ണിലൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഇനി എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. ഇത് നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് പ്രോജക്റ്റിനോ മറ്റെന്തെങ്കിലും നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമുക്കിത് ഉണ്ടാക്കാം. ഇത് നിർമ്മിച്ചെടുക്കാൻ നമുക്ക് വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് നിർമ്മിക്കാം. പിന്നെ സാധനങ്ങളൊക്കെ നമുക്ക് എളുപ്പം തന്നെ വാങ്ങാനും കിട്ടും. നമ്മളിത് ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം, ഷേക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ചിലപ്പോൾ അത് സ്റ്റക്കായി നിൽക്കും, എന്നാൽ ചിലപ്പോൾ അത് പാടായിരിക്കും പിന്നെ നമുക്ക് ഇളക്കി ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഇതേപോലെ ബൈൻഡ് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ ഡയമെൻഷനൊക്കെ ഞാനിത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ചെറിയ പീസുകളെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വീണ്ടും ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ആണിയോ മറ്റെന്തെങ്കിലും വെച്ച് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഇത് കുറച്ച് വലിയ ഹോളായിരിക്കണം. അതിനുശേഷം ഇതേപോലെ ഒരു പേനയുടെ ഫീസ് എടുക്കുക. ഇത് നമുക്ക് 2 രൂപയ്ക്കൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ പേന. ആ പേനയുടെ ഒരു ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ മറ്റേ 2 ഭാഗവും ഒട്ടിച്ചെടുക്കുക. ശേഷം അതേപോലെ ഒരു ഹോൾ എടുക്കുക. പക്ഷേ ഇതിൽ നല്ല ടൈറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ ടൈറ്റാക്കിയിട്ട് നമുക്ക് പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇളകിപ്പോകും. പക്ഷെ താഴത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണം. അത് റൊട്ടേറ്റ് ചെയ്യാനാണ്. നമ്മുടെ JCB ഇങ്ങനെ കറങ്ങി വരുമല്ലോ, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച നമ്മുടെ വീല് ചെയിൻ ഭാഗം അതിനടുത്ത് നമുക്ക് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം. നല്ല സ്ട്രോങ്ങിൽ തന്നെ നമുക്കത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ നോക്കാനായിട്ടൊരു പീരങ്കി പോലെ ഉണ്ട് സംഭവം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ പ്ലാസ്റ്റിക് പീസ് ഇതേപോലെ കട്ട് ചെയ്യുക. ശേഷം നമുക്ക് കട്ട് ചെയ്ത ഭാഗത്തിൽ 2 ഹോളിട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതേപോലെ 2 സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ചിന് നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് റാം എന്നാണ് പറയുന്നത്. ഇതിന് ഒരു മെക്കാനിക്കൽ നെയിം ഇതിന് റാം എന്നാണ് പറയുന്നത്. ഇതും ഇത്തിരി നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അത് ഇളകിപ്പോയാൽ പിന്നെ അത് അനങ്ങില്ല സംഭവം. അതുകൊണ്ട് നമ്മുടെ ഫ്ലസ്ക് കൂടെ ഒന്ന് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ശേഷം നമ്മുടെ സിറിഞ്ച് ഇതേപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ടൂത്ത് പിക്ക് എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. ശേഷം ഈ സിറിഞ്ചിൻ്റെ ബാക്കിൽ നമുക്കൊരു സ്ക്രൂ വച്ച് അത് ആ ഹോളിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് കാണിക്കാത്ത എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ടൈം ലോങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾക്ക് നമ്മൾ ചുരുക്കി കാണിക്കുന്നത്. ശേഷം ഇതേപോലെ സെറ്റ് ചെയ്യുക. താഴെ നമ്മളെ സ്ക്രൂവിൻ്റെ അത് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ആ മാർക്കിലൊരു ഹോളിട്ട് കൊടുക്കണം. നമ്മുടെ ബോഡി റൊട്ടേറ്റ് ആവാനാണ്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രൂവിലിട്ട് കൊടുക്കുക. നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ നെറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്ക് നെറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പ്ലാസ്റ്റിക് പീസ് കട്ട് ചെയ്ത് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രെയിമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ തുമ്പിക്കൈ സെറ്റ് ചെയ്ത് കൊടുക്കാം. തുമ്പിക്കൈ നമുക്ക് പശ വെച്ച് സെറ്റ് ചെയ്താൽ അത് നമ്മുടെ ഫ്രണ്ട് വെയിറ്റ് കയറുമ്പോൾ അത് ഒടിഞ്ഞു പോകേണ്ട സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്ക്രൂ വെച്ച് സെറ്റ് ചെയ്തത്. ശേഷം നമ്മുടെ ഫ്രണ്ട് ക്യാബിന് റെഡിയാക്കാം. ഫ്രണ്ട് ക്യാബിൻ്റെ ഡയമെൻഷൻ ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസ് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിപ്പോൾ ക്യാബിന് ഒട്ടിച്ച് കഴിഞ്ഞു. ശേഷം നമുക്ക് ക്യാബിനും ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ എന്തെങ്കിലും കളർ പൊടിയിട്ടോ എന്തെങ്കിലും കലക്കാം. അപ്പോൾ ഞാനിവിടെ ഉജാലയാണ് കലക്കി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സിറിഞ്ചിലുള്ള ഹോസ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് മറ്റേ സൈഡിൽ ഒരു സിറിഞ്ച് കണക്ട് ചെയ്യണം. അപ്പോൾ അത് 10 ml സിറിഞ്ചാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തിരി നല്ല ക്വാളിറ്റി ആയിരിക്കാനാണ് അങ്ങനെ കണക്ട് ചെയ്തത്. ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് സിറിഞ്ചിൽ ഇതേപോലെ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ അത് എയർ കയറി
അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് എളുപ്പത്തിൽ മെത്തേഡാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് മറ്റേ ഭാഗത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കറങ്ങി അഡ്ജസ്റ്റ് ആവും. അപ്പോൾ ഇടയ്ക്ക് എയറൊന്നും കാണത്തില്ല. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഉജാല വെള്ളമാണിത്. പക്ഷേ അതായത് പൊങ്ങി വരുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഈ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് വിരൽ വെച്ച് ഇങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നിൽക്കുന്നത് കാണാം. ശേഷം നമുക്ക് ഇതേപോലെ വെച്ച് നമ്മുടെ ഫ്രിഞ്ചിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കണക്ട് ചെയ്യാം. നമ്മുടെ JCBയുടെ ബാക്ക് ബോഡി ജസ്റ്റ് ഒന്ന് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ടതാണ്. ഇപ്പോൾ ഇത് ആർക്കുവേണം ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ അത് ചെയ്തത് കാണിക്കാത്തത്. ശേഷം നമുക്കിതേപോലെ ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പിസ്റ്റണ് നമുക്ക് ബാക്ക് പിസ്റ്റൺ ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ എയർ പോയില്ലെങ്കിൽ ഒരു സൈഡ് പിസ്റ്റനെ ഇളക്കിയിട്ട് നമുക്ക് ഹോസിൽ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ എയർ ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ JCBയുടെ ഫുൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വർക്ക് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ആ തുമ്പിക്കൈയൊക്കെ പൊങ്ങുന്നത് കാണുന്നതിന് ഒരു നല്ലൊരു ഭംഗിയാണ്. റൊട്ടേഷനൊക്കെ നല്ലതായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ തുമ്പിക്കയുടെ ഭാഗത്ത് മുകളിലായിട്ട് ഒരു നെറ്റിൻ്റെ ഭാഗം കണ്ടു. അത് കുറച്ചുകൂടെ മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ തുമ്പിക്ക് കറക്റ്റായിട്ട് പൊങ്ങുമായിരുന്നു. അപ്പോൾ അതൊരു മിസ്റ്റേക്കേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. നമുക്കിനി കുറച്ച് അരി എടുപ്പിക്കാം. കേട്ടോ, സൂപ്പറായിട്ട് എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനെടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.